വെൽക്കം ടു ആദി ബ്ലോഗ്. ഇന്നത്തെ നമ്മളെ റെസിപ്പി കോളിഫ്ലവർ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ കമൻറ്റ് കൂടി ചെയ്യണം. ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് വേണ്ടത്ര കോളിഫ്ലവർ എടുക്കുക. അത് ചെറുതായി കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് വലുതാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ചൂടോടെ കഴിക്കാൻ നോക്കുക. ഞാൻ അത്യാവശ്യം മീഡിയം അളവിനാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേറെ ചെറുതാക്കാം. നന്നായിട്ട് കഴുകിയെടുക്കുക. കോൺഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ പീക്കുണ്ടാവും, അപ്പോൾ അതൊക്കെ നോക്കി നന്നായി കഴുകിയെടുക്കണം. ഒരു പാനിലേക്ക് വെള്ളം വെക്കുക. വെള്ളത്തിലേക്ക് കോൺഫ്ലവർ ഇടുക. തിളപ്പിച്ചെടുക്കുന്ന പച്ചക്കറികളാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 1 സ്പൂണാണ് എടുത്തിക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് കൂട്ടാം. അതിലേക്ക് 1 സ്പൂൺ ഉപ്പ്. നന്നായി ഇളക്കി ചേർക്കുക 20 മിനിറ്റ് വരെ. ഇതൊരു നല്ലൊരു റെസിപ്പിയും കൂടിയാണ്. 20 മിനിറ്റിന് ശേഷം നമ്മളത് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായി ഊറ്റിയെടുക്കുക. വെള്ളം നല്ലോണം ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കണം. സ്കൂൾക്ക് പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും ഇത് അടിപൊളിയായിരിക്കും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതിലേക്ക് ആവശ്യമുള്ളത് മുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് രൂപമാക്കുക. ഇതിലേക്ക് വേണ്ട മസാല കൂട്ട് തയ്യാറാക്കിയെടുക്കാം. പാനിലേക്ക് ചേർക്കേണ്ടത് 1 സ്പൂൺ മുളകും പൊടി. കാശ്മീർ പൊടിയാണെങ്കിൽ 1 സ്പൂൺ മാത്രം മതി. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഞാനൊരു സ്പൂണേ ചേർക്കുന്നുള്ളൂ, അളവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ജീരകം പൊടിച്ചത് 1 സ്പൂൺ. ലേശം വിനാഗിരി ചേർക്കുക. നന്നായി മസാലകൾ ഇളക്കി ചേർക്കുക. മസാലകൾ നന്നായിട്ട് കൂട്ടിച്ചേർക്കണം. ഈ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു പരുവമായാൽ നമ്മൾ തയ്യാറാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർക്കുക. നന്നായി മസാലയുമായി ഇളക്കി ചേർത്ത് അതിലേക്ക് ടൊമാറ്റോ ലേശം ഒഴിക്കുക. അതൊരു ടേസ്റ്റിന് മാത്രം വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. മസാലയുമായി നന്നായി ഇളക്കി ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഞാൻ 2.5 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ച് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. അതിൽ ഉപ്പ് മസാലയിൽ നന്നായി പിടിക്കാൻ വേണ്ടി നന്നായി ഇളക്കി ചേർക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി കോൺഫ്ലവർ പൊടി ഇടുക. ഉപ്പ്, അരിപ്പൊടി, മുട്ട ചേർക്കുക. 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഒരു കുറുക്കുമായി ഇരിക്കണം നമ്മുടെ മാവ്. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനും സമയമില്ലെങ്കിൽ 10 മിനിറ്റ്. കോൺഫ്ലവർ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. മസാലയുമായി നന്നായി കൂട്ടിച്ചേർക്കുക. ഒരു പരുവമായാൽ നമ്മുടെ മാവ് ഇങ്ങനെയായിരിക്കും. ഒരു പാൻ വെക്കുക. പാൻ നന്നായി ചൂടായാൽ ലേശം ഓയിൽ ചേർത്ത് നന്നായി തിളക്കാൻ സമയത്ത് നമ്മളെ റെസിപ്പി ഇടുക. മാവിൽ ഒന്നുകൂടി മുക്കിയിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ. ഞാൻ ഇതിൽ സ്പൂൺ കൊണ്ടാണ് ഇടുന്നത്. സ്പൂൺ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ മാവ് ഒട്ടിപ്പിടിക്കുന്നത് ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഫ്രൈ ചെയ്യുക. അതിലേക്ക് 1 പൊടി വേപ്പിൻ്റെ ഇല, പച്ചമുളക് കീറിയിടുക. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കുക. തിരിച്ചു മറിച്ച് നന്നായി ഇട്ട് ഇളക്കുക. അങ്ങനെ ഫ്രൈ ആയാൽ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ ബാക്കിയുള്ളതും നന്നായിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു ടേസ്റ്റിയായ ചിക്കൻ ചില്ലിൻ്റെയൊക്കെ അതൊരു ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളിയാണ്. ബാക്കിയുള്ളത് കൂടി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനിയും ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിക്കോട്ടെ. അങ്ങനെ നമ്മൾ കോൺഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള വീഡിയോയുമായി ഇനി വരുന്നതായിരിക്കും.